മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ചെമ്മീൻ കറിയാണ്. നമ്മളെപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളി അല്ലിയും 4-5 ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഇത്രയുമാണ്. പിന്നെ 1 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം. ഞാൻ ഈ കറി മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറി എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും ടേസ്റ്റ്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4-5 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടിട്ട് വഴറ്റണ്ട, 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒന്ന് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ആ വെള്ളത്തോട് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളി നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പുളി ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനും ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ചെമ്മീൻ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. ചെമ്മീൻ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചെമ്മീൻ ഒരുപാട് നേരം വേവിക്കേണ്ട കാര്യമില്ല. ഒരു 10 മിനിറ്റിൽ താഴെ മതി. അത്രയും സമയം വേവിക്കുമ്പോഴേക്കും ചെമ്മീൻ പാകത്തിന് വെന്ത് കിട്ടും. കൂടുതൽ നേരം വേവിച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ റബ്ബർ പോലെയാകും. ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/4 കപ്പ് തേങ്ങാപ്പാൽ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ കറി അല്പം കുറുകിയിരിക്കുന്നതാണ് ടേസ്റ്റ്. അതുകൊണ്ട് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുമ്പം അതനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2ാം പാലും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമ്മൾ മുളകിട്ട് ചെമ്മീൻ കറി വെക്കാറുണ്ട്, അതുപോലെ തേങ്ങ അരച്ച് വെക്കാറുണ്ട്. പല രീതിയിൽ നമ്മൾ ചെമ്മീൻ കറി തയ്യാറാക്കാറുണ്ട്. ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഒരു കുറുകിയ ചാറോടുകൂടെ ഈ കറി ഇങ്ങനെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചോറിന് വേറെ കറിയൊന്നും വേണ്ട. ചോറിന് മാത്രമല്ല, വേറെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഞാനിതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കടുക് താളിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ കടുക് താളിച്ച് ചേർക്കാം. ഞാനിതിലേക്ക് കടുക് താളിച്ച് ചേർക്കുന്നില്ല. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.